കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ തെറ്റും, കുറെ നമ്മൾ വിചാരിച്ചത് അത്രയും ഉറപ്പാണ്, കറക്റ്റ് ആണ് എന്ന് ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റാറുണ്ട്. സക്സസ് സീക്രട്ട് എന്ന് പറയുകയാണെങ്കിൽ ഡ്രീം അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു നന്നായി വർക്ക് ചെയ്താൽ കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണത്. എൻ്റെ പേര് അഖില KJ. ഞാൻ MSc ചെയ്തത് മേഴ്സി കോളേജ് പാലക്കാട് നിന്നാണ്. ഡിസംബർ 2025 CSIR JRF എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിന്, എഫേർട്ട് ഇട്ടതിന് ഒരു റിസൾട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് സെറനെ പരിചയപ്പെടുന്നത്. സെറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് അറിയുന്നത്. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ MSc-ൻ്റെ കൂടെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ MSc കഴിഞ്ഞ് ഒരു 4 months 5 months പിന്നെയും സെറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചേർന്നിട്ടാണ് ഞാൻ എൻ്റെ തേർഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ലൈക്ക് 6 hours 5 hours ഫുൾ കണ്ടിന്യൂസ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് ബാക്കി ക്ലാസ് മാത്രമേ കേൾക്കലുണ്ടാവും, നോട്ട് എഴുതലും ഉണ്ടാവുള്ളൂ, ബാക്കി പഠിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ MSc പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്താ പറയുക, ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതും 1 hour 1.5 hour ആകുമ്പോൾ നമുക്ക് എത്ര ക്ലാസ് കേട്ടോ അത്രയും ക്ലാസ് പിന്നെയും റിവൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് പിന്നെയും നോട്ട് എഴുതാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന് വേണ്ടി 5 months ഇരുന്ന കാരണം തന്നെ വൈകുന്നേരം ക്ലാസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടൈമിൽ അതിൻ്റെ റിവിഷനും കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. വീക്ക്ലി യൂണിറ്റ് ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഞാൻ എല്ലാ യൂണിറ്റ് ടെസ്റ്റും മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റൊക്കെ ആകുമ്പോഴുള്ള അറ്റൻഡ് ചെയ്യാത്തുള്ളൂ. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല മാർക്ക് കിട്ടിയേനെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതല്ലാതെ മിക്ക യൂണിറ്റ് ടെസ്റ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലാസ്റ്റ് 10 years ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ കുറേ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ സിലബസ് എന്തായാലും എനിക്ക് 5 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അത് കാരണം തന്നെ ഞാനൊരു 8 units ആണ് ആദ്യം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 10 units കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 10 units ആണ് പഠിച്ചത്. ആ പഠിച്ചതിൽ തന്നെ പിന്നെയും റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പറും ആണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് 13 units മൊത്തം ഇരുന്ന് പഠിച്ച് അത് മൊത്തം റിവൈസ് ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല. സക്സസ് സീക്രട്ട് എന്ന് പറയുകയാണെങ്കിൽ റിവിഷനും ക്വസ്റ്റ്യൻസും. ലാസ്റ്റ് ഒരു 10 year ക്വസ്റ്റ്യൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതും ഒരു പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യനെ പിന്നെയും കുറച്ച് ടൈം എടുത്ത ശേഷം പിന്നെയും അറ്റൻഡ് ചെയ്യും. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിവിഷനും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യലാണ് എല്ലാ എക്സാംസിനുള്ള കീ എന്ന് എനിക്ക് മനസ്സിലായത്. സെറയിലെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഏത് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ പിന്നെയും നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് വീക്കിലി യൂണിറ്റ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഒരാഴ്ച പോലും മുടങ്ങാതെ കംപ്ലീറ്റ്ലി നമുക്ക് എല്ലാ ആഴ്ചയും യൂണിറ്റ് ടെസ്റ്റുകളുണ്ട്. അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ സെറൻ്റെ ടീച്ചേഴ്സിന് അതിനുവേണ്ടി ഞാൻ താങ്ക് യു പറഞ്ഞു. ഇപ്പോൾ റിവേഴ്സ് ലേണിംഗ് ടെക്നിക്ക് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. റിവിഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു എക്സാംസിനും അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിയ ശേഷം അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതലും ഹെൽപ്ഫുൾ. സോ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. സോ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതിൽ എനിക്ക് എന്താ പറയുക, എല്ലാ ലൈവ് ക്ലാസ്സും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്തത് കൊണ്ടും കുറേ പോസിറ്റീവ്സേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും അതുപോലെ തന്നെ പിന്നെയും എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാനും നമുക്ക് ലൈവ് ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ സെറയിലെ ക്ലാസ്സസ് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യും, അത്ര നല്ല ക്ലാസ് ആയതുകൊണ്ട്. സോ അങ്ങനെ വിചാരിക്കുന്നവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നന്നായി വർക്ക് ചെയ്താൽ കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണിത്. നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കുക. നമ്മൾ MSc പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടാവില്ല. സോ അത് വായിക്കുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ എക്സാമിൻ്റെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണെന്ന് എനിക്കത് കഴിഞ്ഞ ശേഷം മനസ്സിലായത്. സോ ഞാൻ ബോട്ടണി ആയ കാരണം തന്നെ ഞാൻ എന്താ പറയുക സെലക്ട് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇക്കോളജി ഉണ്ടായിരുന്നു, പ്ലാന്റ് ഫിസിയോളജി ഉണ്ടായിരുന്നു, മോളിക്കുലർ ബയോളജി ഉണ്ട്, അതുപോലെ തന്നെ ജെനറ്റിക്സ് ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരിക. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ബയോളജി പറയുന്ന സുവോളജി ആണെങ്കിലും അത് നമ്മളൊന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഡൈവേഴ്സിറ്റി ഇൻ ലൈഫ് ഫോംസ് എന്ന് പറയുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. സോ ആ ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ട് എയും ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മാത്സും ബേസിക് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നമ്മൾ മുമ്പ് പഠിച്ചതാണെങ്കിൽ ഒന്നും കൂടി കുറേ വർക്ക്ഔട്ട് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാരണം തന്നെ എനിക്ക് പാർട്ട് എയിൽ സ്കോർ ചെയ്യാൻ പറ്റി. സോ ഡെയിലി ഞാൻ മിനിമം ഒരു 5 to 6 hours ആണ് പഠിക്കുക.
അതും ഇത്ര അവർ പഠിക്കണം പറഞ്ഞിട്ടല്ല, ഞാൻ ഡെയിലി ഓരോ ടാർഗറ്റ് വെക്കും. ലൈക്ക് ഇത്ര സിലബസിന്റെ ഓരോ ടോപ്പിക് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ദിവസം ഇത്ര പഠിക്കണം എന്നുണ്ട്. അതിന്റെ തന്നെ റിവിഷൻ പ്ലസ് അതിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഒരു വീക്കിൽ പഠിച്ചത് മൊത്തം ആ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കും. അത് കഴിഞ്ഞ് ഒരു 1 month കഴിഞ്ഞ് പിന്നെയും അതേ ടോപ്പിക് തന്നെ പിന്നെയും റിവൈസ് ചെയ്ത് പഠിക്കും. സോ മെയിൻലി റിവിഷനും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടും ആണ് എനിക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. PYQ ഡിസ്കഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ചില ആൻസേഴ്സ് നമുക്ക് എന്തുകൊണ്ട് ശരിയായി എന്ന് പറഞ്ഞാലും എക്സ്പ്ലനേഷൻ കിട്ടിയാലും നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ PYQ ഡിസ്കഷന്റെ സമയത്ത് സാറ് പിന്നെയും കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴാണ് ഇതിന് ഇങ്ങനെയും ആൻസർ വരാം എന്ന് നമുക്ക് മനസ്സിലാവുക. ഫസ്റ്റ് ഞാൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ തെറ്റും, കുറേ നമ്മൾ വിചാരിച്ചത് അത്രയും ഉറപ്പാണ് കറക്റ്റാണ് എന്ന് ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റാറുണ്ട്. സോ അത് ഞാൻ പിന്നെയും റിവൈസ് ചെയ്തിട്ട് പിന്നെയും ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ആൻസർ തപ്പണേനും കാട്ടി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്തുകൊണ്ട് റോങ് ആണെന്ന് ചിന്തിച്ചിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ DB ഇതുവരെ പഠിച്ചിട്ടില്ല, ഡെവലപ്മെന്റൽ ബയോളജി. സോ അത് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് കുറേ കേൾക്കാത്ത വാക്കുകൾ, സുവോളജി അല്ലാത്ത കാരണം തന്നെ കേൾക്കാത്ത വാക്കുകളും കുറേ ടോപ്പിക്സും ആകുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായതും തോന്നി. പിന്നെ സാറാണെങ്കിലും ബേസിക് ടെർമിനോളജീസിനൊക്കെ വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ സബ്ജക്റ്റിൽ വരുന്ന വേർഡും ടേംസ് ഒക്കെ പിന്നീട് പഠിച്ചെടുത്ത് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് സാറ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുക ചെയ്യുന്ന കാരണം തന്നെ ഒരു എൻറ്റയർലി അത് അറിയാത്തൊരു ടോപ്പിക് പോലും എനിക്ക് പഠിച്ചിട്ട് എക്സാമിന് എഴുതാൻ പറ്റി. സോ എൻ്റെ എന്താ പറയുക ഡ്രീം അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കോളേജ് പ്രൊഫസർ ആവുക, ടീച്ചിങ് ആയിരുന്നു. സോ അതിന് വേണ്ടി പഠിക്കുന്ന സമയത്താണ്, ലൈക്ക് ഡിഗ്രിക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ടീച്ചറായ മായ ടീച്ചർ പറയും. സോ മായ ടീച്ചറിൻ്റെ എന്താ പറയുക റിസർച്ച് വർക്കും അതുപോലെ തന്നെ നമ്മൾ റിസർച്ചിനെ എങ്ങനെ കാണണം, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ, ലൈക്ക് അതിൻ്റെ ഒരു ഏരിയ ഓഫ് എന്താ പറയുക അതിൻ്റെ വലിയൊരു ഏരിയ അത് എനിക്ക് എക്സ്പോസ് ചെയ്ത് തന്ന ടീച്ചറാണ്. സോ ടീച്ചറിനെ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് എനിക്ക് PhD എടുക്കണം എന്നൊരു ആഗ്രഹം വന്നത്. സോ അത് കഴിഞ്ഞ് MSc കഴിയുന്ന സമയത്താണ് ഞാൻ സേറയിൽ അപ്പോൾ ജോയിൻ ചെയ്തത്. PhD കിട്ടണം, JRF കിട്ടണം എന്ന ഡ്രീം ഞാൻ അപ്പോഴാണ് തുടങ്ങിയത്. PhD കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ടീച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ കോളേജിൽ പഠിപ്പിക്കുക അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടും ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം നമ്മൾ MScക്ക് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡിഗ്രിയിൽ എക്സാം എഴുതുന്ന പോലെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കൊരു ആൻസർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അതിൻ്റെ ആൻസർ നോക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് നമുക്ക് തോന്നും. സോ എല്ലാവരും വിചാരിക്കുക കാരണം നമുക്ക് കിട്ടില്ല പറ്റില്ല എന്ന്. സോ എനിക്കത് ചെയ്ത് ഞാൻ വർക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞിപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എന്താ പറയുക വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് CSR എക്സാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഫ്രണ്ടാണ് ആഷിഫ പറയും. സോ CSR ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമുക്ക് അതിന് എന്താ പറയുക അതിന് വേണ്ടി വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയയും കൂടി ഇല്ലാത്ത കാരണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എക്സാം. പിന്നെ ക്ലാസ് ജോയിൻ ചെയ്തു. അതല്ലാതെ പാരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിപ്പോൾ ചേരുന്നതിനാണെങ്കിലും ട്രൈ ചെയ്തോ ഓൺലൈനിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞതിലും എല്ലാത്തിനും സപ്പോർട്ട് തന്നെയായിരുന്നു പാരൻസും. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ ആൻസർ കിട്ടാതിരിക്കുമ്പോൾ ഞാൻ ഇനി ഒരു കൊല്ലം കൂടി ഇനി ഇതിനു വേണ്ടി ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുമോ, ഇനി കിട്ടാതിരുന്നാൽ ലൈക്ക് നെക്സ്റ്റ് ബാക്കി കാര്യങ്ങൾ ഇനി ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാണ്ടാവുമോ എന്നൊക്കെ വേണ്ടി ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ചെയ്ത് ശരിയാവുന്നത് കാണുമ്പോഴാണ് പിന്നെ തിരിച്ച് ബാക്ക് ടു പഠിക്കാൻ തോന്നിയത്. ഇപ്പോൾ ഡിഗ്രിയിലാണെങ്കിൽ 89% ആയിരുന്നു, ഇതിലാണെങ്കിൽ 89 ആണ്, MScക്ക് 89. സോ എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എനിക്ക് കോർ ബോട്ടണിയിലും ഇഷ്ടമുണ്ട്. അതല്ലാതെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ബോട്ടണിയിൽ നമുക്കിപ്പോൾ ടിഷ്യൂ കൾച്ചർ, ബയോടെക്നോളജി ആ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ലൈക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ ആണെങ്കിലും അതിലാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. സോ അതിൽ സ്കിൽ ഡെവലപ്മെന്റ് ആണെങ്കിലും നമുക്ക് PhD കഴിയുമ്പോൾ ഒരു സ്കില്ലായിട്ട് നമുക്ക് അത് കഴിയുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറേ ഏരിയാസ് ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് പറയാനുള്ളതെന്നുള്ളൂ, റിവിഷൻ വിത്ത് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, എത്രത്തോളം അത് റിവൈസ് ചെയ്യുന്നു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു, ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും വർക്ക്ഔട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് ചെയ്ത് പിന്നീട് അതിൻ്റെ എന്താ പറയുക അപ്പോൾ തെറ്റി എന്ന് പറഞ്ഞാലും അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് തെറ്റി, എന്തുകൊണ്ട് അത്
ആ ആൻസർ ശരിയാവുന്നു എന്ന് വർക്കൗട്ട് ചെയ്ത് ചെയ്താലേ നമുക്ക് അത് കറക്റ്റ് ആവുള്ളൂ. ബാക്കി നിങ്ങൾ ഇടുന്ന ഹാർഡ് വർക്കിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവും, അതൊരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് ഉറപ്പാണ്. സോ ഒറ്റ ഫീസിൽ നമുക്ക് ലൈഫ് ടൈം കിട്ടുന്നവരെ പഠിക്കാന്നുള്ളത് കേട്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി. കാരണം നമ്മളിവിടെ ഓൾറെഡി പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ മുടക്കി എന്ന് പറഞ്ഞാലും അതിന് നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് ഉറപ്പ് വേണം. സോ ഈ ഒറ്റ ഫീസിൽ നമ്മൾ കൊടുക്കുന്നു, അത് നമുക്ക് കിട്ടുന്നവരെ അവർ നമുക്ക് ഫെസിലിറ്റീസും സപ്പോർട്ടും തരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ചേരുന്നതിലും. സോ അത് കാരണം തന്നെ നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരേ ടൈം എല്ലാം മാനേജ് ചെയ്ത് ഇപ്പൊ MS-ന്റെ കൂടെ ചെയ്യുന്നവർക്ക് ഒരേ ടൈം ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നീട് ഈ ക്ലാസ്സസ് എന്താ പറയാ ക്ലാസ്സസ് കാണാനും പറ്റും, അതുപോലെ തന്നെ ഇവരിൽ നിന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. സോ നമുക്ക് നമ്മുടെ ടൈം എടുത്തിട്ടാണെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടെങ്കിലും ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുകയും അതിനുവേണ്ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ പാലക്കാട് കോങ്ങാടാണ് വീട്. എൻ്റെ മകള് MSc ബോട്ടണി കഴിഞ്ഞിട്ട് നെറ്റ് കോച്ചിങ്ങിന് സറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോഗ്രാമിന് ചേർന്നിരുന്നു. അവൾക്ക് JRF നെറ്റും JRF-ഉം കിട്ടി. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അത് കൂടാതെ രാത്രി അവള് 9:30-10 മണിക്ക് നൈറ്റ് ഈവനിങ്ങിലാണെന്ന് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി സൗകര്യമായി. പിന്നെ നല്ല ബുദ്ധിമുട്ടോടുകൂടി തന്നെ എന്നും 10-10:30-11 മണി വരെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് JRF കിട്ടിയത്. JRF-ഓടുകൂടി നെറ്റ് കിട്ടിയത്. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം. സറ ഇൻസ്റ്റിറ്റ്യൂട്ടിനും താങ്ക്സ്. ചില കാര്യങ്ങൾ നമ്മുടെ മക്കൾ ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രയും JRF കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ ഇതിങ്ങനെയൊരു ഉണ്ട്, നമുക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ഈ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊന്നും അറിയില്ല. എന്തായാലും ഈ സറ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതും അല്ലെങ്കിൽ അവൾക്ക് അതിന് ഇത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായതിലും എല്ലാവരോടും ദൈവങ്ങളോടും സറ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും നന്ദി പറയണം. ആക്ച്വലി നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ഇവർക്ക് നമുക്ക് MSc BSc അല്ലെങ്കിൽ ഡിഗ്രി അങ്ങനെയുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. ഈ PhD എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് JRF മേടിച്ച് ഇതിന്റെ നമുക്ക് ഇങ്ങോട്ട് പൈസ തന്നിട്ട് പഠിക്കുന്ന അത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം നമ്മളെപ്പോഴും യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങോട്ട് പൈസ കിട്ടി നമ്മൾ ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾക്കല്ല അധികം പേർക്കും അറിയുള്ളൂ. നമ്മളെപ്പോഴും നമ്മൾ ലക്ഷങ്ങൾ അങ്ങോട്ട് അല്ലെങ്കിൽ വർഷക്കണക്ക് യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ആർക്കും അറിയില്ല. അങ്ങനെ പൈസ നമുക്ക് കിട്ടി പഠിക്കുന്ന കാര്യം ആർക്കും അറിയില്ല. സറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇതിങ്ങനെ കിട്ടിയതിൽ സന്തോഷം.